ഹലോ ഡിയേഴ്സ്, നിങ്ങൾ പ്ലസ് ടുവിലാണെങ്കിൽ ഒരുപാട് പേരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്തവണ പ്ലസ് ടു എക്സാം എങ്ങനെയായിരിക്കും, കാര്യങ്ങൾ എളുപ്പമാകുമോ അതോ ബുദ്ധിമുട്ടാകുമോ എന്നെല്ലാം. കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് പേര് അതിനകത്ത് +1 എക്സാം പലർക്കും കെമിസ്ട്രി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയൊക്കെ ബുദ്ധിമുട്ടായവർ ഇത്തവണ അത് ഇനി എങ്ങനെയാകും, പാസ്സാകാൻ ബുദ്ധിമുട്ടാകുമോ എന്നെല്ലാം പലരുടെയും മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകുന്ന ചോദ്യമായിരിക്കും. അതല്ലെങ്കിൽ A+ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും ഒക്കെ അങ്ങനെയായിട്ട്. അപ്പോൾ ഇത്തവണ അത് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ സീനിയേഴ്സിന് അറിയാമല്ലോ, കഴിഞ്ഞ വർഷത്തെ +2 അത് ഫിസിക്സ് എക്സാം ആയിക്കോട്ടെ, ഫിസിക്സ് എന്നിരുന്നാലും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പക്ഷേ കെമിസ്ട്രി അതിനകത്ത് ഒരുപാട് സ്റ്റുഡൻസ് കെമിസ്ട്രിയിൽ അതിനകത്ത് ഫെയിലായി. ഇവ നന്നായി പഠിക്കുന്നവർ പോലും അതിനകത്ത് പലരും ഫെയിലായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിനകത്ത് ക്ലാസ്സുകൾ കൊടുത്ത സമയത്തെ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളവർ പോലും അതിനകത്ത് അവരെങ്ങനെ ഫെയിലായി എന്നതിന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് പഠിക്കുന്നവർ വരെ കെമിസ്ട്രിയിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ടണിയുടെ കാര്യവും അതിനകത്ത് വ്യത്യസ്തമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എക്സാം ടഫായിരുന്നു. അപ്പോൾ ഇത്തവണ അത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാം. അതിന് മുന്നേ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളിലോട്ട് നമുക്ക് നോക്കുമ്പോഴേ, സാധാരണ നിങ്ങളിപ്പം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ എടുത്തിട്ടുണ്ടാവും, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. അപ്പോൾ അതിൽ ഈ 2 ചാപ്റ്ററിനും 7 14 മാർക്കോളമാണ് പൊതുവേ വരുന്ന വെയിറ്റേജ്. അപ്പോൾ അതിൽ തന്നെ നോക്കൂ നിങ്ങൾ, ഈ 7 മാർക്കിൽ 5 മാർക്കും ഫസ്റ്റത്തെ ചാപ്റ്ററിന് എളുപ്പമായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കാം, അത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പെട്ടെന്ന് എങ്ങനെ പഠിക്കാം എന്നുള്ള ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നൽകാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ +2 സ്റ്റുഡൻസിന് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു, ഒരുപാട് ചങ്കുകൾ അതിനകത്ത് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനും സ്കൂൾ മേറ്റ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അതിനകത്ത് പഠിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനുകളുടെ ആൻസേഴ്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റെക്കോർഡഡ് വീഡിയോസ് എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആകും. അപ്പോൾ ഈ ഒരു ജൂലൈയിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങളത് മിസ്സാക്കരുത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ആ പിന്നൊക്കെ ഊരിയിട്ട് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ വർഷം ഇതിനകത്ത് വന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം ഇത് അതിനകത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ മുന്നേ കാണിച്ച ഈ 2 മാർക്കിന് ഇതിനകത്ത് നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വന്നു, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഫസ്റ്റത്തേതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഗോസസ് തിയറം പ്രകാരം φ = Q/ε0 വെച്ചിട്ട് അത് ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്പോൾ അവിടെ Q കാണാൻ മതി, φയും ε0 കൂടി ഇവിടെ തന്നിട്ടുണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. പിന്നെ ഇതും കുറച്ചുകൂടി കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു. ഗോഷിയൻ സർഫസിൻ്റെ റേഡിയസ് എന്തെങ്കിലും ചേഞ്ച് ആക്കിയാൽ അതിനകത്ത് ഫ്ലക്സ് ചേഞ്ച് ആവുമെന്ന് ഇല്ല, കാരണം നമുക്കറിയാമല്ലോ ആ ചാർജിനനുസരിച്ചാണ് അതിന് ഫ്ലക്സ് വരുന്നത്. അപ്പം അതായിരുന്നു. പിന്നെ അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പലർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല, ഇപ്പം ഇങ്ങനെ ഫാസ്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മളിതെല്ലാം കമ്മ്യൂണിറ്റിയിലൊക്കെ പറയും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാം. പിന്നെ 2ാമത്തെ ചാപ്റ്ററിന് കണ്ടോ, ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയിരുന്നു 2 മാർക്കിന്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഈസി ക്വസ്റ്റ്യൻസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇവിടെയും 5 മാർക്കിന് ഈസി ക്വസ്റ്റ്യൻസ് ഈ ഒരു പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് വന്നിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 14 10 എളുപ്പമുള്ളതായിരുന്നു, പക്ഷേ 4 ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, A+ അല്ലെങ്കിൽ ഫുൾ സ്കോറൊക്കെ വാങ്ങിക്കാനുള്ളവരാണെങ്കിൽ അത്യാവശ്യം നല്ല എഫേർട്ട് ഇടേണ്ടതായിട്ട് തന്നെ വരും. പക്ഷേ ഇത്തവണ അങ്ങനെയുമല്ല. ഇത്തവണ അതിനകത്ത് ഞാനൊരു കാര്യം പറയാം, ഇത്തവണത്തെ കാര്യം അതിനകത്ത് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഇതിനകത്ത് ഇപ്പം ചോദിച്ചത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ കൂടി പറയാം, എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇത്തവണ എങ്ങനെയാവും എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ ഏരിയ കാണിച്ചിട്ടുണ്ട്. ഇത് C1 ആണ് കേട്ടോ, ഇത് C1 ആണ്. അപ്പോൾ ഏരിയ C1 C2ൻ്റെ ഏരിയയാണ് കൂടുതൽ. ഏരിയ കൂടിയാൽ നമുക്കറിയാമല്ലോ കപ്പാസിറ്റൻസ് എന്താണ്, ε0 A/d അല്ലേ. അപ്പോൾ ഏരിയ കൂടിയാൽ കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ ഏരിയ കൂടിയത് ഇവിടെ ആർക്കാണ്, C2-നാണ്. അപ്പോൾ C2-നാണ് കപ്പാസിറ്റൻസ് കൂടുതൽ. അപ്പം C2 ആയിരിക്കണം ഈ സ്ലോപ്പ്. ഇതിപ്പോൾ സ്ലോപ്പ്, ഇതിലെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ Q/V അല്ലേ. അപ്പോൾ ഇതിലെ സ്ലോപ്പ് കൂടിയത് X-നാണ്. അപ്പോൾ X ആണ് ഇവിടെ കപ്പാസിറ്റൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ C2 ആണ് ഇവിടെ X. അപ്പോൾ ചോദിച്ചത് C1 ഏതാണെന്നാണ്. C1 അപ്പോൾ Y ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് വലിയ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ലഭിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ചങ്കുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇനി ഞാൻ പറയാം എക്സാം ടഫ് ആകുമോ ഈസി ആകുമോ എന്നുള്ളത്. സോ അതിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിനകത്ത് ഇത്തവണ വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കീം എക്സാമുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നു. കഴിഞ്ഞ വർഷം തന്നെ അത് പ്രശ്നമായിരുന്നു. കാരണം സ്റ്റേറ്റ് സിലബസ് പഠിച്ചുകൊണ്ട് മാത്രം ഒരുപാട് സ്റ്റുഡൻസിന് കീമിൽ നല്ല സ്കോർ ഉണ്ടായിരുന്നിട്ടും
CBSE സ്റ്റുഡൻസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അവർക്ക് കീമിലെ സ്കോർ അങ്ങ് പറ്റ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വലിയ ഇഷ്യൂ ആയി. അപ്പോൾ ഇത്തവണ സർക്കാർ എന്ത് ചെയ്തു, ഫോർമുല റിവൈസ് ചെയ്തു. പക്ഷേ റിവൈസ് ചെയ്തത് പ്രോസ്പെക്ടസ് ഒക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ CBSE കുട്ടികൾക്ക് അഡ്വാൻറ്റേജ്, അതിനകത്ത് അവർക്ക് പ്രശ്നം വന്നു. അവരുടെ സ്കോർ കുറഞ്ഞു. പക്ഷേ സ്റ്റേറ്റ് കുട്ടികൾക്ക് അതിനകത്ത് സ്കോർ കൂടുന്ന രീതിയിലായിരുന്നു ആ ഒരു ഫോർമുല. അപ്പോൾ സ്റ്റേറ്റ് കുട്ടികൾ റാങ്കിൽ മുന്നോട്ട് വന്നു. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരാണ് ഫസ്റ്റ് റാങ്കൊക്കെ വന്നത്. പക്ഷേ അപ്പം CBSEക്കാർ കോർട്ടിൽ പോയി ആകെ. കാരണം അതിനകത്ത് പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണല്ലോ ഇവർ ഫോർമുല മാറ്റിയത്. അപ്പോൾ അത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് കോർട്ട് അതിനകത്ത് വീണ്ടും റാങ്ക് ലിസ്റ്റ് റിവൈസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വീണ്ടും CBSE സ്റ്റുഡൻസ് മുന്നോട്ട് വന്നു. അപ്പോൾ കേരള സിലബസിന് വീണ്ടും തിരിച്ചടിയായി. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇനി ഇത്തവണ എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് സ്റ്റാൻഡർഡൈസേഷൻ വരുമ്പോഴേ CBSE അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ടഫ് എക്സാമാണ്. പക്ഷേ സ്റ്റേറ്റ് കമ്പാരിറ്റീവ്ലി മാർക്ക് കിട്ടാൻ എളുപ്പമായിരുന്നു. അങ്ങനെ വരുമ്പം അവിടെ കീമിൽ സ്റ്റാൻഡർഡൈസേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റേറ്റ് സിലബസുകാർക്ക് തിരിച്ചടി ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ അങ്ങോട്ട് ഉയർത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ എക്സാം ടഫായി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എക്സാം ടഫാകും എന്നുള്ള ആ ഒരു ധാരണയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് പ്രിപ്പയർ ചെയ്യുക ആ രീതിയിൽ. അതായത് NCERTയിലെ ക്വസ്റ്റ്യൻസ്, പിന്നെ PYQs, പിന്നെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി അടിപൊളിയായിട്ട് പഠിച്ചു പോകുക. എല്ലാ ചാപ്റ്റേഴ്സും അതിനകത്ത് ഇമ്പോർട്ടൻറ്റും അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. അപ്പം നിങ്ങൾ ടഫാകും എന്ന് വിചാരിച്ച് പഠിച്ചു പോകണം എന്നാണ് എൻ്റെ അതിനകത്ത് പറയാനുള്ള അഡ്വൈസ്. അതല്ലെങ്കിൽ സപ്പോസ് ആ ഒരു എക്സാമിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ സംഭവിച്ചത് അങ്ങനെയാണ്. എക്സാം ഈസിയാവുമെന്ന് പലരും വിചാരിച്ചിട്ട് അവസാനം അങ്ങോട്ട് അതിനകത്ത് പണി പാളി. അപ്പോൾ ഇത്തവണ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ എക്സാം ടഫാവും എന്ന് വിചാരിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ ചങ്കയിലെ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം മാക്സിമം ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്പ് ആകുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യും. അപ്പം സബ്സ്ക്രിപ്ഷനൊക്കെ ഇന്ന് 2000 ഒക്കെ ആവണം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.